യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും റോഡിൻ്റെ വലതുവശത്തുകൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ പോലെ റോഡിൻ്റെ ഇടതുവശത്തൂടെ വാഹനം ഓടിക്കുന്ന 4 രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. അതിലൊന്ന് UK, 2 അയർലൻഡ്, 3 സൈപ്രസ്, 4 മാൾട്ട. ബ്രെക്സിറ്റിന് ശേഷം UK യൂറോപ്പിൻ്റെ ഭാഗമല്ലെങ്കിലും ആ ജിയോഗ്രഫിയിലായതുകൊണ്ടാണ് UKനെ കൂടെ ഉൾപ്പെടുത്തി പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ യൂറോപ്പിൽ ഇടതുവശത്തു കൂടെ വാഹനം ഓടിക്കുന്ന സിസ്റ്റം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തത് UK ആണ്. അതിൻ്റെ പുറകിലുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് കാറുകളും വാഹനങ്ങളും കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ളതാണ്. അതായത് കുതിരപ്പുറത്ത് പോയിട്ട് യുദ്ധം ചെയ്യുന്ന കാലത്ത് നമ്മളുടെ ഡോമിനൻ്റ് ഹാൻഡ്, അതായത് മോസ്റ്റ് പീപ്പിളിന് വലത് കൈയായിരിക്കില്ല ഡോമിനൻ്റ് ഹാൻഡ്. അപ്പോൾ ഡോമിനൻ്റ് ഹാൻഡിൽ വാൾ പിടിച്ചിട്ട് നമുക്കെതിരെ വരുന്ന ആളുകളുമായിട്ട് യുദ്ധം ചെയ്യാൻ സൗകര്യം നമ്മൾ ഇടതുവശത്തൂടെ സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് ആ കാലത്ത് റോഡുകളും വഴികളും എല്ലാം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരുന്നത്. അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതും മോട്ടോർ വെഹിക്കിൾസൊക്കെ ഉണ്ടാവുന്നതും. അപ്പോഴും റോഡ് ആ രീതിയിൽ തന്നെ തുടർന്നത് കൊണ്ടാണ് UK എപ്പോഴും ഇടതുവശത്തോടെ ഓടിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് സൈപ്രസ്, മാൾട്ട അല്ലെങ്കിൽ അയർലൻഡ് അങ്ങനെ ആയെന്ന് ചോദിച്ചാൽ അവരെല്ലാം ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്നു നമ്മൾ ഇന്ത്യക്കാരെ പോലെ.